ഈ അന്വേഷണത്തിൽ CBI ഉണ്ടാവണമെന്ന് തന്നെ നിഷ്കർഷിച്ചതോടെ അന്വേഷണത്തിന്റെ ഗതി മാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് ആദ്യം 14 പേരെ മാത്രമാണ് പ്രതിയേർത്തിരുന്നത് എങ്കിൽ CBIയുടെ അന്വേഷണത്തിലൂടെയാണ് 10 പേർ കൂടി പ്രതിയേർക്കപ്പെട്ടത്. നമുക്കറിയുന്നത് പോലെ ഉദുമയിലെ മുൻ MLA ആയ KV കുഞ്ഞിരാമൻ പ്രതിയേർക്കപ്പെട്ടത് CBI അന്വേഷണത്തെ തുടർന്നാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 5 വർഷത്തെ തടവാണ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് പേരിയ ഇരട്ടക്കൊലപാതകത്തിൽ ഉടനീളം അന്വേഷണത്തെ അട്ടിമറിക്കാനും പ്രതികളെ സംരക്ഷിക്കാനുമുള്ള സർക്കാരിന്റെ ശ്രമത്തിനേറ്റ വലിയ തിരിച്ചടിയാണ് ഈ വിധിയും ഇപ്പോഴത്തെ ശിക്ഷാ പ്രഖ്യാപനവും കാര്യത്തിൽ സംശയമില്ല. കേരളത്തിന്റെ ഖജനാവിൽ നിന്നുള്ള പണമെടുത്തുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ കൊലപാതകളെ സംരക്ഷിക്കാൻ ഒരു സർക്കാർ നടത്തിയ ശ്രമത്തിന് മുഖത്തടിയേൽക്കും വിധമുള്ള വിധി പ്രസ്താവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ CPM ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും, സർക്കാർ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും. ആദ്യന്തം കുറ്റവാളികളെ സംരക്ഷിക്കാനായി നടത്തിയ ശ്രമങ്ങൾക്ക് ക്രൈംബ്രാഞ്ചും കേരള പോലീസും മറുപടി പറയേണ്ടി വരും. കാരണം അങ്ങേയറ്റം നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നു പേരിയ ഇരട്ട കൊലപാതകം. 23 വയസ്സും 19 വയസ്സുമുള്ള 2 യുവാക്കളാണ് പാതിരാത്രിയിൽ ഇരുട്ടിന്റെ മറവിൽ വെട്ടിക്കൊലയപ്പെട്ടത്. 2 ദിവസം മുമ്പ് തന്നെ കൊലപാതകം പീതാംബരന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി കൂടി ആസൂത്രണം ചെയ്തിരുന്നു. ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളുകളെ പോലും പ്രതി ചേർക്കാതെയുള്ള അന്വേഷണമാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് നടത്തിയത്. ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് കോടതി റദ്ദാക്കിയത്. പിന്നീട് ആ അന്വേഷണ റിപ്പോർട്ട് പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിലും CBI വന്നതോടെ അന്വേഷണത്തിന്റെ സ്വഭാവം തന്നെ മാറി. കേരളത്തിന്റെ ക്രൈംബ്രാഞ്ച് പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ CBI ഉത്തരവാദിത്വത്തോടുകൂടി നടത്തിയ അന്വേഷണത്തിലൂടെ തെളിവുകളെല്ലാം പുറത്തു വന്നു. നമുക്കറിയുന്ന പോലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഈ വെപ്പൺസ്, ഈ ആയുധങ്ങൾ സീസ് ചെയ്തിട്ടൊരു ഫോറൻസിക് പരിശോധന പോലും നടത്തിയിട്ടില്ല. എങ്ങനെയാണ് ഫോറൻസിക് പരിശോധന ഒരു കൊലപാതകത്തിൽ നിർണായകമാവുക? നമ്മളുടെ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ മുറിവും അതുപോലെ തന്നെ ഈ കൊല ചെയ്യാൻ ഉപയോഗിച്ച ആയുധവും തമ്മിൽ ഒരുമിപ്പിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള തെളിവ്, അത് തമ്മിൽ സിങ്കായാൽ മാത്രമേ യഥാർത്ഥത്തിൽ തെളിവ് വരുന്നുള്ളൂ. ഈ ഫോറൻസിക് അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോയത്. അതൊക്കെ കൊണ്ടാണ് കോടതി കുറ്റപത്രം റദ്ദാക്കിയത്. എന്നാൽ ഇപ്പോൾ CBI വന്ന് അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയമായും നമുക്ക് പറയാം, കൊല്ലപ്പെട്ടവർ മരിച്ചു എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ പോലും ആ കുടുംബത്തിന് നീതി കിട്ടിയിട്ടുണ്ട്. ഇരട്ട ജീവപര്യന്തമാണ് 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മുൻ MLAക്ക് 5 വർഷം തടവിന് വിധി നേരിടേണ്ടി വരുന്നത്. ആ അർത്ഥത്തിലൊക്കെ CPMനെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സുജയ, ഉണ്ണി ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങളിലേക്കും നമുക്ക് പോകണം. കുടുംബാംഗങ്ങൾ ഈ വിധിയിൽ തൃപ്തരല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നു. ലേബി സജീന്ദ്രൻ, വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ. ലേബി സജീന്ദ്രൻ, വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ. ജീവപര്യന്തം വിധിക്കുമ്പോൾ അത് ഇപ്പോൾ കുടുംബത്തിൻ്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. തൃപ്തരല്ല എന്നുള്ള മറുപടിയാണ് കുടുംബം ആദ്യമായി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. തൃപ്തരല്ല, പാർട്ടിയുമായി ആലോചിച്ച് അപ്പീൽ പോകുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കും. എറണാകുളം DCC പ്രസിഡന്റും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇവിടെയുണ്ട്. അവരുടെ പ്രതികരണം ആ രീതിയിൽ തന്നെയാണ്. ഇരട്ട ജീവപര്യന്തം എന്നുള്ളത് തൃപ്തികരമായ ഒരു ശിക്ഷയല്ല, അതിനെതിരെ അത് വധശിക്ഷ തന്നെയാണ്. 1 മുതൽ 8 പ്രതികൾക്കെതിരെയും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം എന്ന് പറയുമ്പോൾ അത് വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് തന്നെ ഇത് തൃപ്തികരമല്ല എന്നുള്ള മറുപടി ഇവർ പറയുന്നു. കൊലപാതകത്തിനും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും ജീവപര്യന്തം ശിക്ഷയും 2 ലക്ഷം രൂപ വീതം പിഴയുമാണ് ഇവർ അടയ്ക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും ആരൊക്കെയാണ് ഇതിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നത് കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. A. പീതാംബരനാണ് 1ാം പ്രതി, പെരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ്. ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും. സജി C. ജോർജ് 2ാം പ്രതി, ഇരട്ട ജീവപര്യന്തം 2 ലക്ഷം രൂപ പിഴ. KM സുരേഷിനും ഇരട്ട ജീവപര്യന്തം 2 ലക്ഷം രൂപ പിഴ. K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ്, രഞ്ജിത്ത് T എന്നിവർക്കും ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. CPIഎമ്മിന്റെ ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠന് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. വിഷ്ണു സുര എന്ന A. സുരേന്ദ്രനും ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയുമാണ്. 15ാം പ്രതിയാണ് വിഷ്ണു സുര. 20ാമത്തെ പ്രതിയായ മുൻ MLA KV കുഞ്ഞിരാമൻ ഉദുമ മുൻ MLA ആണ്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് CPIഎമ്മിന്റെ. അദ്ദേഹത്തിന് 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളിക്കും 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. പാക്കം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ഭാസ്കരൻ വെളുത്തോളിക്കും 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ്. കോടതി പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരല്ല എന്നതാണ്.